മക്കളെ, ഇനി എക്സാമിന് 3 ദിവസം കൂടി. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി പഠിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ. 8-9 ക്ലാസ്സിനെ പോലെയല്ല 10ാം ക്ലാസ്സിൽ. അതും ആദ്യത്തെ എക്സാമിനേഷനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഓൺ എക്സാമിനേഷൻ. പഠിച്ചു കഴിഞ്ഞോടാ? പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ? ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ 3 ദിവസം എന്ത് ചെയ്യണം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മക്കൾ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾ കാണണം. മക്കൾ, നമുക്കറിയാം, ഏകദേശം ഒരു ഏപ്രിൽ 2-ാം തീയതി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഏപ്രിൽ 2 കഴിഞ്ഞു, മെയ് 2 കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു. ഇപ്പം സെപ്റ്റംബർ 2-ാം തീയതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവാണ്. 3-ാം തീയതി എക്സാമിലേക്ക് കടക്കാൻ വേണ്ടി പോവാം. എല്ലാവരും ഇട്ടു നോക്കുന്ന ഒരു റിസൾട്ടാണ് നമ്മളുടെ SLCൻ്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അസസ്മെൻറ്റ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ തുടങ്ങിയ സമയത്തുള്ള ഒരു ആവേശം അവസാനങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം എഴുതിയതുപോലെയാണോ ഇപ്പോഴുള്ള നോട്ടുകളുടെ അവസ്ഥ? ആദ്യം വർക്കൗട്ട് ചെയ്ത അതേ സമയം ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 ദിവസം, ആ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആദ്യത്തെ അസസ്മെൻറ്റിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. സ്കൂളുകാരുടെ, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ, നിങ്ങളുടെ വീട്ടുകാരുടെ, നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാവരുടെ മുന്നിൽ കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. SSLC ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ SLCയിൽ പഠിച്ചു. ബട്ട് അതെല്ലാം ഓർമ്മയുണ്ടോടാ? ഇനി പഠിച്ചു കഴിഞ്ഞാലോ? നമുക്കറിയാം, നമ്മൾ ഓരോ മിഡ് ടേം എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അതിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടത്, ഇതെങ്ങനെ എഴുതിയാലോ നമുക്ക് മാർക്ക് കിട്ടുക എന്നൊരുപാട് കുട്ടികൾക്കറിയില്ല. വളരെ ഭൂരിപക്ഷം ആൾക്കാർക്ക് മക്കൾ കമൻറ്റ് ചെയ്യണം എനിക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ്, സാറേ ഞാനൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ നോട്ട്സിലേക്ക് എഴുതുന്നുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതിനാണ് ആൻസർ, ആ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്, എത്ര മാർക്കിന് എഴുതേണ്ടതെന്ന് അറിയുന്നില്ല. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയം. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് എഴുതുന്ന പോയിൻറ്സും. മക്കളെ, നമ്മൾ ഇനിയുള്ള 3 ദിവസം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ 3 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഞങ്ങളെ കൂടെയാണെങ്കിൽ, മക്കളെ, ഞങ്ങൾ നിങ്ങൾക്കൊരു ഉറപ്പ് തരാണ്. കാരണം ഈ എക്സാം 12-ാം തീയതി കഴിഞ്ഞ് നിങ്ങൾ സെപ്റ്റംബർ 26-ാം തീയതി സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പേപ്പറുകളിലും നിങ്ങൾക്ക് A+ എണ്ണം കാണാൻ കഴിയും. കാരണം ഞങ്ങളിവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ്. ഇനി മുതൽ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് രാത്രി 7:30 ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. അതെല്ലാം കൃത്യമാക്കി ഞങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. മക്കളെ, ഇന്ന് 7:30 ഞാനും ബാബു സാർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 7 കൊല്ലമായിട്ടുണ്ട്. ആ 7 കൊല്ലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതെങ്ങനെ നിങ്ങൾ ടാക്കിൾ ചെയ്യണം ഒക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇനിയുള്ള എല്ലാ ലൈവുകളും അങ്ങോട്ടേക്ക് പോവാണ്. മക്കളെ, 160ഓളം ദിവസമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും ഇനിയുള്ള 3 ദിവസം. അത് നമുക്ക് അടിപൊളിയാക്കിയിട്ട് മാറ്റണം. എല്ലാവരും ഇനി മുതൽ കറക്റ്റ് 7 എന്ന സമയമാകുമ്പോൾ നമ്മളെ ചാനലിലേക്ക് വരിക. അതിൻ്റെ ആദ്യത്തെ തുടക്കമാവട്ടെ ഇന്നത്തെ ലൈവ് നിങ്ങൾ കാണാം. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ ഇവിടെ എത്തും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അല്ലേ, ആൻസേഴ്സ് അല്ലേ, അത് ഞങ്ങൾ പറഞ്ഞു തരും, ഞങ്ങൾ പഠിപ്പിച്ചു തരും. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് ഈ ഓണം നമ്മുടേതാക്കണം. ആക്കേണ്ടടാ, നമുക്ക് പഠിക്കാം.